ഹായ്! എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരു ടീച്ചറിന് എങ്ങനെയാണ് ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനുള്ള എളുപ്പ വഴികളാണ് കേട്ടോ. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് യാതൊരു ശല്യങ്ങളുമില്ലാതെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. ഓക്കെ, അപ്പോ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കുട്ടികളുമായിട്ട് ഒരു 5 മിനിറ്റ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊച്ചു വർത്തമാനങ്ങൾ പറയുക. അതൊരു സ്റ്റോറി ആവാം, നമ്മളുടെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ആ സ്കൂളിൽ നടന്ന എന്തെങ്കിലും നല്ലൊരു ഇവന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു 5 മിനിറ്റ്സിൽ കുട്ടികളുടെ ഇംപ്രഷൻ പിടിച്ചു വാങ്ങാൻ പറ്റിയ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഒരു 5 മിനിറ്റ്സ് സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു 3 അല്ലെങ്കിൽ ഒരു 4 റൂൾസ് നമുക്ക് ആ വാളിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു വെക്കാം. അതിന് ക്ലാസ് ടീച്ചർ ആവണം എന്നില്ല. അതായത് നമ്മളുടെ സബ്ജക്റ്റ് നമ്മൾ എടുക്കാൻ വരുമ്പം ആ റൂളുകൾ നിങ്ങൾ പാലിക്കണം എന്നുള്ളത് നമ്മൾ അവരോട് പറയുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കണതിനേക്കാളും മേലെ ആയിരിക്കരുത് നമ്മളുടെ ശബ്ദം. അതായത് ഒരു ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങളാണോ അവരോട് പറയുന്നത്, അപ്പൊ കുട്ടികളുടെ ശബ്ദമാണ് ഭയങ്കര ശബ്ദമെങ്കിൽ അതിനേക്കാളും ഉച്ചത്തിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾക്കത് ഭയങ്കര സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചു പതുക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നതെന്നറിയാൻ അവര് ശ്രദ്ധിക്കും. ഇത് എനിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് എനിക്ക് ഈ ത്രോട്ടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അക്കാര്യത്തിൽ വളരെ കെയർഫുള്ളാണ്. ക്ലാസ് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങാറുള്ളൂ. അപ്പൊ ചിലപ്പം ഇതുപോലെ ഒന്നുകിൽ പതുക്കെ പറഞ്ഞ് അവര് നമ്മളുടെ ആ ഒരു ശബ്ദത്തിനെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവര് നമ്മളെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പതുക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കും, അതായത് സൈലന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മളുടെ സൈലൻസ് ആ ക്ലാസ്സിൽ ഒരു സൈലൻസ് ഉണ്ടാകും, ടീച്ചറിന് എന്തു പറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നല്ലൊരു എന്താ പറയുക ഒരു ടിപ്പാണ്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്നായി പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടല്ലോ. മെജോറിറ്റി ഓഫ് ദി ടീച്ചേഴ്സും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ നോക്കിയാണ് സംസാരിക്കാറുള്ളത്. അല്ലാന്ന് പറയുകയാണെങ്കിലും അങ്ങനെയാണ്, ഭൂരിഭാഗം ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. അത് നാച്ചുറലായിട്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുന്ന രീതിയായിരിക്കണം. അതായത് എല്ലാ കുട്ടികളെയും ഒരുപോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കുട്ടികളെയാണ് നമ്മൾ വേഗം വിളിച്ചും അല്ലെങ്കിൽ അവരെയാണ് പ്രത്യേകം ശ്രദ്ധിച്ച് പിന്നെ വിഷ്ണു മിണ്ടാതിരിക്കട്ടോ അല്ലെങ്കിൽ അഭിനവ് മിണ്ടാതിരിക്കട്ടോ അങ്ങനെ പറയുന്നതിന് പകരം സൈലന്റ് ആയിട്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അത് ആ കുട്ടിക്കും ഒരു എന്താ പറയുക ഒരു അക്സെപ്റ്റൻസ് ആയിരിക്കും, ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലെ. അതിൽ നിന്ന് നല്ലൊരു പ്രചോദനം ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടും. അതായത് ഞാൻ അറ്റൻറ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ടീച്ചർ എന്നെയും ശ്രദ്ധിക്കും എന്നുള്ള തോന്നൽ ഓരോ കുട്ടിക്കും ഉണ്ടാവണം. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ അവരുടെ പേര് വിളിച്ചിട്ട് അവരോട് സംസാരിക്കുക. എടാ, നീ എന്നുള്ള വാക്കുകൾ കഴിയുന്നതും ഒഴിവാക്കുക. അവരുടെ പേരുകൾ ഉപയോഗിച്ച് പേരുകൾ വിളിച്ച് അവരോട് സംസാരിക്കുക. അവരോട് ഒരു ബഹുമാനം നമുക്കും ഉണ്ടാവണം. നമ്മൾ സംസാരിക്കുമ്പം മുഖത്ത് നോക്കി സംസാരിക്കണം, ചെറിയൊരു പുഞ്ചിരിയോടെ സംസാരിക്കുക. ദേഷ്യപ്പെടുന്ന സമയത്തല്ല കേട്ടോ ഞാൻ പറയുന്നത്, പഠിപ്പിക്കുന്ന സമയങ്ങളിലും
ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ക്ലാസ് എടുക്കുന്ന ടൈമിലാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, കുറച്ച് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുക, പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. അപ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടാവും. എന്താ വിഷ്ണു ഇങ്ങനെ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കുമ്പോഴല്ലേ ടീച്ചറിന് കൂടുതലായിട്ട് പിന്നെ സൗണ്ട് എടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം നൽകുക, അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങളും നൽകുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. എല്ലാ കുട്ടികളോടും ഒരുപോലെ പെരുമാറുക. അവിടെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് തോന്നാനേ പാടില്ല നമ്മളുടെ പെരുമാറ്റത്തിൽ. ഓക്കെ. പിന്നെ എല്ലാവർക്കും പഠിപ്പിച്ച പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ എല്ലാ സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾ, അതായത് എല്ലാ തലത്തിലുള്ള കുട്ടികളോടും ഒരുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിക്കുന്ന കുട്ടികളോട് മാത്രം ചോദിക്കാതെ ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടികളോട് ചോദിക്കുക, ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളോട് ചോദിക്കുക. അപ്പൊ എന്നോടും ചോദിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ കുട്ടികളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അതായത് ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോട് സംസാരിക്കുന്നതെങ്കിൽ പോലും പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സീരിയസ് ആണെന്നും സ്ട്രിക്റ്റ് ആണെന്നും കുട്ടികൾക്ക് മനസ്സിലാവണം. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാത്ത രീതിയിൽ അവരോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാനും, പഠിപ്പിക്കാത്ത സമയങ്ങളിൽ അവരോട് നല്ല ഫ്രണ്ട്ലി ആയി സംസാരിക്കാനും, കുറച്ച് പൊളൈറ്റ് ആയിട്ടും കുറച്ച് റെസ്പെക്റ്റോടു കൂടിയും ഒക്കെ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് നല്ലൊരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലാസ്സിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അവർ നമ്മളോട് നല്ലതുപോലെ കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ നമ്മൾ സക്സസ് ആയി എന്നർത്ഥം. മനസ്സിലായോ? അപ്പം ഇനി ക്ലാസ് എടുക്കാൻ പോകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനായിട്ട് ആസ് എ ടീച്ചർ നമ്മൾ ശ്രമിക്കുക. അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, അവരെയും കൂടെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, ചെറിയൊരു പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക. ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 minutes അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തുക. അത് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒത്തിരി നല്ലത്. പക്ഷേ നമ്മൾ പോർഷനിലേക്ക് കടക്കുമ്പോൾ സീരിയസ് ആയിട്ടിരിക്കണം, നല്ല രീതിയിലാവണം. അപ്പം നമ്മളെ കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് മനസ്സിലാക്കണം. ടീച്ചർ ഭയങ്കര രസമാണ് ക്ലാസ്സിലെന്നും പഠിപ്പിക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നും കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ. പിന്നെ പ്രത്യേകം അറിയേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. പകരം നമ്മുടെ ക്ലാസ്സിൽ പഠനത്തിനായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ടിപ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിലേതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് ആയത് എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. See you in the next video. Till then, take care and bye bye. Stay safe. Subscribe so you can see me again. Bye.